അങ്ങനെ നമ്മളുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 2026 തിരുവുത്സവത്തിനുള്ള കൊടിയേറി. അപ്പോൾ ഇനി ഏറ്റുമാനൂർ വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന 2-3 വെജ് റെസ്റ്റോറൻറ്റ്സ് ഇന്ന് കാണാം. ഫസ്റ്റ് വൺ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബൃന്ദാവനാണ്. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് നല്ല ചൂട് മസാല ദോശയാണ്. മസാല ദോശയ്ക്കൊപ്പം സാമ്പാറുണ്ട്, പിന്നെ 3 തരം ചട്നിയുണ്ട്, കൂടാതെ ഒരു വടയും കൂടെ മേടിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ ഏരിയയിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മസാല ദോശയാണ് ഇവിടുത്തെ. മസാല ദോശയുടെ റേറ്റ് 100 രൂപയും വടയുടെ റേറ്റ് 19 രൂപയാണ്. ഏറ്റുമാനൂർ തവളകുഴിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് സ്പോട്ട് ഈ ഒരു അടിപൊളി ആംബിയൻസ് വരുന്ന ദ ക്ലബ് ദോശയാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്തത് ഗീ പൊടി തട്ടിടലിയാണ്. ടേസ്റ്റ് വൈസ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. വെജിൽ വെറൈറ്റീസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്യാം. രാവിലെ 7 മുതൽ 11 വരെയും വൈകുന്നേരം 3 മുതൽ രാത്രി 11 വരെയുമാണ് ഓപ്പണിംഗ് ടൈം വരുന്നത്. ഏറ്റുമാനൂർ പാലാ റൂട്ടിൽ DJ മാർട്ടിന് തൊട്ടടുത്തായിട്ടാണ് ദ ക്ലബ് ദോശയുടെ ലൊക്കേഷൻ വരുന്നത്. ഇനി നിങ്ങളൊരു കോഫി ലവർ ആണെങ്കിൽ ഈ ഒരു ആംബിയൻസ് പിടിച്ച് നല്ലൊരു കോഫി കുടിച്ചോ. ഇത് നമ്മുടെ ഏറ്റുമാനൂർ തെക്കേനട റോഡ് ശ്രീശൈലം ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഓംകാർ എന്ന് പറയുന്ന വെജ് റെസ്റ്റോറന്റ് ആണ്. ഇവിടുന്ന് നല്ലൊരു ചൂട് കോഫിയാണ് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നല്ല ചൂട് ബട്ടൂറ് കഴിക്കാനാണെങ്കിൽ അമ്പലത്തിന് തൊട്ടടുത്തായിട്ടുള്ള അന്നപൂർണ്ണ ക്ലാസിക് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് പിടിച്ചു. 100 രൂപയാണ് ബട്ടൂരയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏറ്റുമാനൂരിലെ വെജ് റെസ്റ്റോറൻറ്റ്സും കൂടെ കമന്റ് ചെയ്തു.